അക്കം പോലെ തരം പോലെ ഓന്ത് നിറം മാറുന്നത് പോലെ മാറുന്നവന്റെ പേരാണ് ഇഞ്ചി ഷാജി. കേട്ടോ, ഇസ്ലാം പഠിപ്പിക്കാൻ വരിക, മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വരിക. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെയോ മൂന്നാമത്തെയോ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്. എന്നിട്ട് ഇവര് കുറച്ച് ആൾക്കാർ വലിയ ശുചായികള്, ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങള്. ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ്. മുണ്ട് പൊന്തിച്ചോക്ക്. അപ്പറഞ്ഞതും പോയത്താ ഏതോ ക്വാളിറ്റിക്കാർ എഴുതി തന്നത് വായിക്കുമ്പോ ex-MLA ആണെങ്കിലൊക്കെ ഒന്ന് ചിന്തിക്കണോ, ലേശം കോമൺ സെൻസ് ഒക്കെ ഒന്ന് കാണിക്കണം. ഈ പണി ഇനിയും കിട്ടാനൊക്കെ സാധ്യത ഉണ്ടല്ലോ, ആ പണി എടുത്താൽ മതി. ഈ പണി എടുക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. എന്നിട്ട് അത് മുണ്ടാൻ പാടില്ല. മുണ്ടിയാ പിന്നെ കമ്മ്യൂണിസ്റ്റ്. നിങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് ഞാനൊരു ആഫീസ് കയറി വോട്ട് ചോദിച്ചപ്പോ എന്നോട് പറയണം, കോഴിക്കോട് പോയി ഉസ്താദിനോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലല്ല മത്സരിക്കുന്നത്, ഉസ്താദിനോട് ചോദിക്കും. നിയമസഭയിലേക്കാണ്. എന്റെ മണ്ഡലത്തിലെ ഏത് കൊള്ളരാത്തവന്റെ അടുത്ത് പോകും, വലിയ കൊള്ളുന്നതിന്റെ അടുത്ത് പോകും. അതിനപ്പുറത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങി വരാൻ ഞാൻ നിങ്ങളെപ്പോലുള്ള ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത്. RSSകാരും BJPക്കാരും മറ്റു പല ആളുകളും മുസ്ലിം ശത്രുക്കളാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെയും സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എന്തൊരു ഊളകളാണ് ഇവനെ പോലത്തെ ഊളകളും. നരമ്പ് രോഗിയായ ഒരു കടൽക്കടവിന് പിന്നെ പ്രശ്നം, മാനസിക രോഗി അല്ലെങ്കിൽ നരമ്പ് രോഗി വേറെ വാപ്പമാർക്ക് എനിക്ക് ജനിച്ചു വരേണ്ടി വരുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമാണത്, സൂറത്തുൽ ബഖറയിലുള്ളതാണ്. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ നന്മയുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറഞ്ഞത്. പാടുണ്ട്, അതിൽ നിന്ന് പുറത്തു വന്നതേ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നൽകാം. എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായി കൂടുതൽ സമൂഹ മധ്യത്തിൽ വഷളാവാതിരിക്കലാണ് നല്ലത്. ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ പറ്റി കുറെ ബുഹ്താൻ യത്തരീന ഹുബൈന ഇദീഹിന്ന വർജുലിഹിന്ന എന്ന് പറഞ്ഞ പോലെ കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് ഞാനിത് നിർത്തുന്നതും നിങ്ങളാരും വിചാരിക്കണ്ട. അത് വേറെ, ഇത് അള്ളാന്റെ റസൂലിനെ തൊട്ടുള്ള ദിഫാ ആണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയുള്ള ദിഫാ ആണ്. അതിനു വേണ്ടി ഇഞ്ചിഞ്ചായി മരിക്കാനും തയ്യാറുള്ളവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെയോ മൂന്നാമത്തെയോ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്. എന്നിട്ട് ഇവര് കുറച്ച് ആൾക്കാർ വലിയ ശുചായികള്, ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങള്. ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ്. മുണ്ട് പൊന്തിച്ചോക്ക്. ഹക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എന്റെ ശരിക്ക് കൂടിയാണ്. ഹക്കീം ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തീരുമാനം വരുന്നതിന്റെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ എല്ലാ കക്ഷിക്കാരും, അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ആകെ തകരാറുമാവുമെന്ന് അദ്ദേഹത്തെ സംഘടനാ പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോ
അതിന്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒന്ന് സമക്രിസ്തക്ക് വിധേയനാകണം. നിങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദരിസായിക്കൊണ്ടാണ് നിങ്ങൾ ഈ CIC മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയന. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരം ചില പ്രതിസന്ധികളൊക്കെ വന്ന് അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയ സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വന്നപ്പോഴും ഉലമാവും ഉമറാവും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ നേരിട്ടു എന്നുള്ളതാണ് സമസ്തയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തും ഉലമാക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ രൂപീകരണം 1934-35 വർഷത്തിൽ കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ S1 ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. S1. അപ്പൊ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും ഒന്നാമത്തെ അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ സംഘടനയായിക്കൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുമെന്ന് അന്ന് തന്നെ മഹാന്മാര് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ മഹാന്മാരുടെ കൈവശം കൊണ്ട് എഴുതിയ രജിസ്റ്ററിൽ അധികാരികൾക്ക് 1-ാം നമ്പർ തരാനുള്ള ഒരവസ്ഥ ഉണ്ടായി. പിന്നെ അതിന് ഒന്നിൽ നിന്ന് പലതാക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അവിടൊക്കെ പരാജയപ്പെട്ടു പോയി. ഇവിടെ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര വലിയ പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എതിരായി വന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് PMS പൂക്കോയ തങ്ങൾ കോഴിക്കോട് വെച്ചു പറഞ്ഞു, ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട. അതിനോടുകൂടെ അഖില നാമാവശേഷമായി. അവർക്ക് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ആളുകളുണ്ടായിരുന്നു, വലിയ മഹാപണ്ഡിതന്മാരുടെ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ എന്ന് ചരിത്രത്തിൽ വായിക്കുന്നത് മാത്രമാണ്. നമ്മളിൽ നിന്നൊരു വിഭാഗം വേറിട്ട് പോയി. 1989 അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ എതിരിൽ നടത്തുന്ന സുന്നിയന സംഘത്തിന്റെ എറണാകുളം സമ്മേളനത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനും പങ്കെടുക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ബഹുമാനപ്പെട്ട സാദാത്തുക്കളും ഉലമാക്കന്മാരൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംരക്ഷിച്ചു പോന്നു. ഞങ്ങളൊക്കെ SKSFന്റെ രൂപീകരണത്തിന് വേണ്ടി പ്രിയപ്പെട്ട അമീദ് ഫൈസി അടക്കമുള്ള ആൾക്കാർ അടികൂടിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ അടികൂടിയ സന്ദർഭത്തിൽ ഞങ്ങളൊപ്പം നിന്ന് അടിക്കാൻ വേണ്ടി നിന്നത് നമുക്കറിയാം, നമ്മുടെ പ്രവർത്തകന്മാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായിരുന്നു. കരുവാരകുണ്ടിൽ നിന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കരുവാരകുണ്ടിൽ നിന്ന് ഇത്തരം പ്രവർത്തകന്മാരെ ആട്ടിയോടിച്ച് കൂറ്റമ്പാറ ദാരിമിയെ അടക്കം തന്നെ അടിച്ചോടിച്ചത് നമ്മുടെ പ്രവർത്തകരായ ഉലമാക്കളും ഉമറാക്കളുമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഉലമാവ് ഉമറാവ് ഒന്നിച്ചു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ശക്തി പകരേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും ഉലമാ ഉമറാവ് പാണക്കാട് കുടുംബവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഒന്നും നീങ്ങാൻ പാടില്ല. ഹക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എന്റെ ശരിക്ക് കൂടിയാണ്. ഹക്കീം ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തീരുമാനം വരുന്നതിന്റെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ എല്ലാ കക്ഷിക്കാരും, അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ആകെ തകരാറാവുമെന്ന് അദ്ദേഹത്തെ സംഘടനാ പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോ
അതിന്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒന്ന് സമസ്തക്ക് വിധേയനാകണം. നിങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദരിസായിക്കൊണ്ടാണ് നിങ്ങൾ ഈ CIC മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയനാണ്. സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഏത് നല്ല വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ കേരളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തന്റെ തീരുമാനത്തിന് വിധേയ ആൾക്കാർക്കും ഇനിയും തിരിച്ചു വരാം. അങ്ങനെ എത്രയോ തിരിച്ചു വന്ന ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ മാനസികമായുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഈ പറഞ്ഞ പേര് സമസ്തന്റെ പേരിലുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ ഈ കള്ളന്മാർ പിടിച്ചു കൊണ്ടുപോയി, പാണക്കാട്ടെ തങ്ങൾമാരടക്കം പിടിച്ചോണ്ട് കൊണ്ടുപോയി. ഞാൻ മക്കത്തെന്ന് പറഞ്ഞുകൊണ്ട് മുക്കത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മക്കത്തെന്ന് പറഞ്ഞ് ഞാൻ സമസ്തക്കെതിരെ വഫി ഒരു നിലപാട് കൊള്ളാണ് ഞാൻ അതിന്റെ തലപ്പത്തുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ മുക്കത്ത് ആ തങ്ങളെത്തിയേക്കുന്ന മുക്കത്തെന്തായി അതിന്റെ പ്രസിഡന്റായിട്ട് അതിന് മൊത്തം സമസ്തന്റെ ഇരുന്ന് കട്ടെടുത്തിട്ട് ഖാദി ഫൗണ്ടേഷന്റെ വകാക്കി. ആരൊക്കെയാണ് ഈ സെൻസിലുള്ളത്? അല്ല ഈ വഫിയിലുള്ളത്? വഹാബികളുണ്ട്, മൗദൂദികളുണ്ട്, തബ്ലീഗികളുണ്ട്, ഖാദിയാനികളുണ്ട്. പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാതെ പഠിക്കണം, കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ അതിലുള്ള കയറ്റൂല, ആണും പെണ്ണും കലർന്നിരിക്കണം. അതാണ് അതിന്റെ നേതാവിന്റെ പരിപാടി. നേതാവ് പറയാണ് ആണും പെണ്ണും കലർന്നിരിക്കണം. ആണും പെണ്ണും കലർന്ന ഇസ്ലാമിന്റെ വിധി എന്താണ്? പറയുണ്ടല്ലേ ഈ കുഞ്ഞാലിയെ, ആണും പെണ്ണും കലർന്നിരിക്കണം എന്നാരെ പറഞ്ഞത്? ആദർശേരി ഹംക്ക് പറഞ്ഞത്. ആദർശേരി ഹംക്ക് കാക്ക പറയാണ് ആണും പെണ്ണും ഇരുന്ന് കാണ്ടാണ് പഠിക്കേണ്ടത്. അത് ഏത് ഇസ്ലാമിന്റെ നിയമത്തിലാണുള്ളത് എന്ന് പറഞ്ഞു കാട്ട്. പാണക്കാട് തങ്ങന്മാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒപ്പം ഇരിക്കുക, പക്ഷെ ഇസ്ലാമിന് പറ്റൂല, ദീനിൽ പറ്റൂല. ആദർശേരി ഹംക്ക് കാക്കാക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആണും പെണ്ണും ഒപ്പം ഇരുത്താ, ഉള്ള പെണ്ണുങ്ങളൊപ്പം വേണമെങ്കിൽ കൂട്ടിപ്പിടിക്കുക, കിടന്നുറങ്ങും ചെയ്യുക. പക്ഷെ അത് ദീനിനെതിരാണ്. ഇതിന്റെ കുഞ്ഞാലി അത് മനസ്സിലാക്കണം. സമസ്ത എന്തിനുണ്ടാക്കിയതാണ്? സമസ്ത സുന്നത്ത് ജമാഅത്ത് വളർത്താൻ ഉണ്ടാക്കിയതാണ്. പാണക്കാട് ഇപ്പത്തെ തങ്ങന്മാരോ അത് വഹാബിസവും മൗദൂദിസവും വളർത്താൻ നടക്കുന്നവരാണ്. ആദർശേരി ഹംക്കിന്റെ മക്കളെവിടെ പഠിച്ചത്? അവരുടെ ആദർശം എന്താണ്? ജമാഅത്ത് ഇസ്ലാമിന്റെ ആദർശമാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.